ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ദൈവവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ സുവിശേഷ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ ജപരാജ് അച്ഛനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോട് ചേർന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സുരേഷ് അച്ഛനെയും എനിക്ക് വളരെ പരിചയമുണ്ട്. അദ്ദേഹത്തെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഈ സമയം തോന്നുകയാണ്. ഈ സുവിശേഷ യോഗം 13 വർഷമായി ഈ പ്രദേശത്ത് വിളിച്ചു പറയുവാൻ ഈ നിലയിലൊരു വേദി ഒരുക്കുന്ന പ്രിയ ബിനു സഹോദരനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുവാൻ എന്തുമാത്രം ബദ്ധപ്പാട് ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പല നാളുകളുടെ ഉറക്കക്കുറവും അധ്വാനവും കായികമായുള്ള പ്രയത്നമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അനേകർക്ക് സാധിക്കാത്ത ഒരു വലിയ കാര്യമാണ് പ്രിയ സഹോദരൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ 2011 ഈ പ്രദേശത്ത് കടന്നു വരുന്നത്. അന്ന് മുതൽ പ്രിയ സഹോദരനെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം, ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബേസ്മെൻറ്റിൻ്റെ പുറത്ത് നിന്നാണ് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ആദ്യത്തെ യോഗത്തിൽ പ്രിയ സഹോദരൻ എന്നെ വിളിച്ചു. അന്ന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ സ്ഥലത്ത് വന്ന് ഈ നിലയിൽ ശുശ്രൂഷിപ്പാനുള്ള അവസരം കർത്താവ് തന്നു. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷവും ദൈവത്തിൻ്റെ സന്ദേശം ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രിയ സഹോദരനോടും കുടുംബത്തോടും പ്രത്യേകമായി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ പ്രിയ സഹോദരന്മാർ പാടി. ഞാൻ കുറച്ച് ലൈവിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു, മറ്റ് പലരും പാടിയതുമൊക്കെ. പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അവരെ തുടർന്നും ധാരാളമായി സഹായിക്കട്ടെ. ഇവിടെ നടക്കുന്ന ആഴ്ചയിൽ നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ പാസ്റ്റർ രാജീവ് അവർകളും ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എന്നെ വളരെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം, എൻ്റെ പുറകിലിരിക്കുന്ന ദൈവദാസന്മാരാണ്. ഈ യോഗത്തിൽ അവരും വന്ന് സംബന്ധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷയോട് അവരും ആദരവും അതിനോട് കടപ്പാടും കാണിച്ചതിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവർക്കും പ്രതിഫലം നൽകട്ടെ. എന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ പ്രദേശവാസികൾക്കും ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം പേർക്കും എന്നെ വളരെ പരിചയമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ സന്ദേശത്തിൽ നിങ്ങൾ കടന്നു വന്ന് ഈ പ്രിയ സഹോദരൻ്റെ പ്രാർത്ഥനയും അധ്വാനത്തെയും ആദരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നതിലുള്ള നന്ദിയും
ഈ ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതവും ദൈവനാമത്തിൽ നിങ്ങളോടും അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലോചന നമുക്കൊരുമിച്ച് ചിന്തിച്ച് പിരിഞ്ഞു പോകുവാൻ കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. വേദപുസ്തകം എനിക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഉച്ചഭാഷണയിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും പറയുന്ന വേദഭാഗങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കത് വളരെ സന്തോഷകരമായിരിക്കും. ഒരു വേദഭാഗം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബൈബിള് കൊണ്ടുവന്നവർക്ക് ആർക്കും വായിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഐക്യ കൺവെൻഷൻ്റെ ഒരു പ്രതിനിധിയുണ്ട്. കാരണം സഭാ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ, ഇങ്ങനെ വേണമെങ്കിലും പറയാം, ജാതിയും മതവും വ്യത്യാസമില്ലാതെ പല ആളുകളും ഈ സുവിശേഷ യോഗത്തിൽ കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതാർക്ക് വേണമെങ്കിലും വായിക്കാം. ബൈബിൾ ഒരു വാക്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അവനെയും ശബ്ദത്തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിപ്പാൻ അവർക്ക് നിവർത്തി വരുത്തി. ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയുകയാണ്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വന്ന പ്രവാചക വചനങ്ങളെയോ തിരിച്ചറിയാതെ അവർ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ശിക്ഷയ്ക്ക് വിധിച്ച ദൈവികമായ ഒരു വിധിയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഒരു വാക്ക് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചക വചനങ്ങളെയോ അവർ തിരിച്ചറിയാതെ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുവിനെ തിരിച്ചറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിനെ തിരിച്ചറിയുക. ഇവിടെ വായിച്ചു കേട്ട ആ വേദഭാഗത്തിൽ ഇങ്ങനെയാണ്: അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വന്ന പ്രവാചക വചനങ്ങളെയോ അവർ തിരിച്ചറിയാതെ. അപ്പോൾ കർത്താവായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. യേശുവിനെ അവർ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ തിരിച്ചറിയുക. അവനെ തിരിച്ചറിയാതെ അവർ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അതുകൊണ്ട് യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം വിശ്വപ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. കർത്താവിൽ പ്രസിദ്ധനായ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം മധ്യഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിന് കുറച്ചുകൂടെ മുമ്പോ താൻ നടത്തുന്ന ഉഗ്രമായ ഒരു പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആ തൻ്റെ പ്രസംഗത്തിൽ താൻ ആവർത്തിച്ച് താൻ പറയുമ്പോൾ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് അവിടെയുള്ള ആളുകളോട് പ്രത്യേകമായി പറയുകയാണ്. ഒരു വിഭാഗത്തെ അവിടെ പറയുന്നുണ്ട്: യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളുമായുള്ളവരെ, നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. തൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ പ്രമേയം അതുതന്നെയായിരുന്നു. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നതും അതുതന്നെയാണ്.
ഈ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് ഗൗരവമാണ് പൗലോസ് ഈ പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. ആ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ഗൗരവമായി താനത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുവാനുള്ള കാരണം അവിടെ വായിച്ച വേദഭാഗത്തിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. അവിടെ എന്താ? യെരൂശലേം പ്രമാണികളും യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളുമായുള്ളവരെ അടുത്ത് പറയുന്നത് എന്താ? ശബത്ത് തോറും വായിച്ചു വന്ന പ്രവാചക വചനങ്ങളെയോ. അപ്പോൾ യേശുവിനെ അവർ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ എല്ലാ ശബത്തിലും പ്രവാചകന്മാരുടെ വചനങ്ങളെ അവർ വായിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്. ഈ ശബത്ത് തോറും അവർ പ്രധാനമായും വായിക്കുന്ന വേദഭാഗം നാം ഒന്ന് പരിശോധിച്ചാൽ അത് കർത്താവായ യേശുവിനെ കുറിച്ചാണ്. കർത്താവായ യേശു ഒരിക്കൽ താൻ ദൈവത്തിൻ്റെ പുസ്തകമെടുത്ത് കയ്യിലെടുത്തുകൊണ്ട് താനത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അതായത് യെശയ്യാ പ്രവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതുല്യമായ ആ സന്ദേശത്തിൻ്റെ വാക്കുകൾ കർത്താവായ യേശു വായിച്ച് കേൾക്കുകയാണ്. അപ്പോൾ അവരുടെ ശബത്തുകളിൽ അവർ കൂടി വരുന്ന സമയത്ത് വേദപുസ്തകം വായിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. ആ പതിവിൽ അവർ വായിച്ച് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതുമെല്ലാം കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വചനങ്ങളായിരുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള വചനങ്ങൾ അവർ വായിച്ച് അവർ ദിനംതോറും അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശബത്ത് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ശബത്തുകളുണ്ട്. അതിൽ പ്രധാനമായും ആഴ്ചയിൽ ഒരു ദിവസവും അവർ ശബത്ത് ആചരിക്കും. ആ ദിവസങ്ങളിൽ വേദപുസ്തകം അവർ വായിച്ച് കേൾക്കുന്നതെല്ലാം കർത്താവായ യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ ശബത്ത് തോറും നൂറ്റാണ്ടുകളായി അവർ വായിച്ച് കേൾക്കുന്ന ഈ വചനങ്ങളെ അവർ കേട്ടിട്ടും അവനെയോ പ്രവാചക വചനങ്ങളെയോ തിരിച്ചറിയാതെ അവർ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതാണ് പൗലോസിൻ്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശുവിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പശ്ചാത്തലവും ഏകദേശം ഇതുപോലെയല്ലേ? നമ്മളും വേദപുസ്തകം വായിക്കുന്നവരല്ലേ? നമ്മളും വായിച്ച് കേൾക്കുന്നവരല്ലേ? നമ്മളും അത് കൊണ്ടു നടക്കുന്നവരല്ലേ? എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, യേശുവിനെ തിരിച്ചറിയാതെയാണ് നമ്മളിത് കേൾക്കുന്നതെങ്കിലും കൊണ്ടു നടക്കുന്നതെങ്കിലും. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ യേശുവിനെയോ അവനെക്കുറിച്ചുള്ള പ്രവാചക വചനങ്ങളെയോ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, യേശുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, അവനെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ന് രാത്രി ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ചില ഹൃദയങ്ങൾ യേശുവിനെ ഇന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടയ്ക്കായി തീർക്കട്ടെ. നമുക്കൊരു വാക്യം കൂടി നമുക്കതിനോട് ചേർത്ത് വായിക്കാം. യേശുവിനെ തിരിച്ചറിയുക. യേശുവിനെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ യേശുവിനെ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ മേഖല എന്താണ്? 23-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 13-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവന്റെ സന്തതിയിൽ നിന്നോ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ശ്രദ്ധിക്കണമേ, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. നാം ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗം താൻ പ്രസംഗിച്ചു വരുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ വിഷയം നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല? ഈ യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ വായിച്ച് ശബത്ത് തോറും കേട്ടുകൊണ്ടിരുന്നത്. ഈ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് മുഴുവനും നിങ്ങൾ വായിച്ച് കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത് തൻ്റെ പ്രസംഗത്തിലൂടെ താൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത്, യേശു എന്ന രക്ഷിതാവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് താൻ പ്രസംഗിക്കുന്നത്. യേശു എന്ന ഒരുവൻ തച്ചൻ്റെ മകൻ, മറിയത്തിൻ്റെ മകൻ, സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ. ആ നിലയിലാണ് അവിടുത്തെ ആളുകൾ കർത്താവായ യേശുവിനെ മനസ്സിലാക്കിയിരുന്നത്. തൻ്റെ പ്രസംഗങ്ങൾ തന്നെ പ്രസിദ്ധമായ പ്രസംഗങ്ങളാണ്. ഇന്നും ആ പ്രസംഗത്തിൻ്റെ അല്പം പോലും ഒരു മങ്ങലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ പ്രസംഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോലും പ്രസംഗിക്കുന്നത്. അനേക ക്രൈസ്തവരും അക്രൈസ്തവരും നിരീശ്വരവാദികളും കർത്താവായ യേശുവിൻ്റെ പ്രസംഗങ്ങളെ അവർ ഉദ്ധരിക്കാറുണ്ട്.
അപ്പോൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രസംഗങ്ങളും പ്രസിദ്ധമായ പ്രസംഗങ്ങളുമാണ്. എന്നാൽ കർത്താവായ യേശുവിനെ ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടും കർത്താവായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളുമായുള്ളവരെ, നിങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് താൻ പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കിയത് സാധാരണ ഒരു മനുഷ്യനാണ് യേശു, സാധാരണ ഒരു തച്ചൻ്റെ മകനാണ് യേശു, സാധാരണ ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ചവനാണ്. വലിയ മാന്യത ഇതും കൊടുക്കേണ്ടതായ ആവശ്യമില്ല, വലിയ വില കൽപ്പിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ അവർ മനസ്സിലാക്കിയില്ല കർത്താവായ യേശു എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാവായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ വളരെ ശക്തമായി അവരോട് പറയുന്നത്, നിങ്ങൾ യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഈ യേശുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ് നിങ്ങൾ വായിച്ചു കേൾക്കുന്നത്. ഈ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് വേദപുസ്തകത്തിൽ ധാരാളമുള്ളത്. ഞങ്ങളെപ്പോലുള്ള പ്രസംഗർ പറയാറുണ്ട്, വേദപുസ്തകം തുടങ്ങിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓരോ അധ്യായങ്ങളിലും വാക്യങ്ങളിലും ദർശിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ദൈവത്തിൻ്റെ ദാസൻ അവിടെ ഓർപ്പിക്കുന്നത്. അതിൽ താൻ പറയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു എന്ന് ദൈവദാസൻ അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് തിരിച്ചറിയണമായിരുന്നു? യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ച് കേൾക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് പോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ എന്ത് ചെയ്തു? കൊടുത്തുവെന്നാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, കർത്താവായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തു ഒരു രക്ഷിതാവാണ്, ലോകൈക രക്ഷിതാവാണ്, ഇസ്രയേലിൻ്റെ രക്ഷിതാവാണ്. ആ രക്ഷിതാവിനെ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് ഗൗരവമായി പറയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ രക്ഷിതാവെന്ന് പറയുന്നത് ഇന്നലത്തെ മഴയത്തുരുത്തിരിഞ്ഞ് വന്ന ഒരുവനല്ല. ഈ രക്ഷിതാവെന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഒരു അറിവെന്നല്ല. ഈ രക്ഷിതാവിനെ കുറിച്ച് പറയുക, കാലേക്കൂട്ടി പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകന്മാർ പ്രവചിച്ചു, നമ്മുടെ പിതാക്കന്മാർ അത് വായിച്ചു കൊണ്ടിരിക്കുന്നു. ശബത്ത് തോറും ഞാനും നിങ്ങളും അത് വായിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും നിങ്ങളവനെ തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തവനായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവാണ്. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുവാൻ കാരണം, അവൻ ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തവനാണ്. അപ്പോൾ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതായതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ അവർ തിരിച്ചറിയണമായിരുന്നു എന്നുള്ളതാണ് താൻ തൻ്റെ പ്രസംഗത്തിലൂടെ വിളിച്ചു പറയുന്ന ഒരു സത്യമെന്ന് പറയുന്നത്. നമ്മുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കിയുടെ പ്രവചനം വരെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹവ്വയാകുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദ്യത്തെ സ്ത്രീയെ സാത്താൻ എന്ന പാമ്പ് ഉപായത്താൽ ചതിക്കുകയാണ്. അപ്പോൾ സാത്താൻ എന്ന പാമ്പ് ഉപായത്താൽ ചതിച്ച് അവളെ പാപത്തിൽ വീഴ്ത്തുമ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ എന്ത് ചെയ്തു? തിന്നുവോ? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ പാമ്പ് എന്നെ ചതിച്ചു, സർപ്പം എന്നെ ചതിച്ചു എന്നുള്ളതാണ് സ്ത്രീ പറയുന്നത്. എന്നാൽ ദൈവം അതിൻ്റെ 15, 16, 17 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആദ്യത്തെ വാഗ്ദത്തം നമുക്ക് കാണാൻ സാധിക്കും. എന്താ ആദ്യത്തെ വാഗ്ദത്തം? സർപ്പത്തോട് പറയുക, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തറക്കും. നോക്കണം, ദൈവം ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം മുൻപ് കൂട്ടി പറയുകയാണ്. മനുഷ്യൻ്റെ വീഴ്ചയിൽ തന്നെ, മനുഷ്യൻ്റെ പാപം ആരംഭിച്ചപ്പോൾ തന്നെ മനുഷ്യനോട് ദൈവം ആദ്യത്തെ വാഗ്ദത്തം ചെയ്തു. എന്താ ആ വാഗ്ദത്തം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്നാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി
ഒരുവൻ ലോകത്തിൽ വരുമെന്നുള്ളത് ദൈവം മനുഷ്യൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്യുകയുണ്ടായി. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയെന്ന് ലോകത്തിനും ഇസ്രയേലിനും വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ. മനസ്സിലായോ? അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ലോകത്തിൽ വരുമെന്ന് ദൈവം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ് സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതാണ് ദൈവത്തിൻ്റെ 1-ാമത്തെ വാഗ്ദത്തം. രണ്ടാമത് നാം ഒരു എടുത്തുചാട്ടം തന്നെ നടത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുകയാണ് ഒരു ഉടമ്പടി. ആ ഉടമ്പടി ദൈവം അവിടെ ചെയ്തു. ദൈവം അബ്രഹാമിൻ്റെ വാക്ക് അനുസരിച്ചു. അതിനെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, അടുത്ത് ശ്രദ്ധിക്കണം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ ഒരുവൻ വരുമെന്ന് ദൈവം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തുവെങ്കിൽ 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ മകനായി ലോകത്തിൽ വന്ന് സകല മാനവജാതികൾക്കും രക്ഷയൊരുക്കുമെന്നുള്ളത് ദൈവം വാഗ്ദത്തം ചെയ്തു. കേവലം ഒരു ജാതിയല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയല്ല, കേവലം ഒരു രാഷ്ട്രമല്ല, ഒരു രാജ്യമല്ല, ഒരു സമൂഹമല്ല, ഒരു പ്രത്യേകമായ കൂട്ടത്തെയല്ല. അബ്രഹാമിൻ്റെ മകനായ ഒരുവൻ മുഖാന്തരം ലോകത്തിൽ വന്ന് സകല ജാതികൾക്കും, ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രക്ഷയായി തീരുമെന്നുള്ളത് ദൈവം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ് യേശു ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. ആ വാക്ക് അബ്രഹാമിൻ്റെ പുത്രനെന്ന് അവിടെ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അബ്രഹാമിനോട് മുമ്പ് കൂട്ടി 22-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ നിവൃത്തിയാണ്, വാഗ്ദത്ത നിവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് തെളിയിക്കുവാനാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനെന്ന് മത്തായി 1:1 വിശദീകരിക്കുന്നത്. വീണ്ടും നാം മുന്നോട്ട് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് പേരിങ്ങനെയാണ്, പെസഹ കുഞ്ഞാട് എന്നാണ്. പെസഹ കുഞ്ഞാട് എന്താണ് അതിൻ്റെ സന്ദർഭം? ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിട്ട് കഴിയുകയാണ്. യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ദൈവത്തോട് പാപം ചെയ്തപ്പോൾ, ദൈവത്തോട് മറുതലിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ പലപ്പോഴും അവർ അടിമകളായി തീർന്നിട്ടുണ്ട്. ഇതാ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായി കഴിയുകയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള നിലയിൽ അയ്യം വിളിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പലതരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും മോശ മുഖാന്തരം ചെയ്ത് ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് പദ്ധതിയിടുകയാണ്. ഏറ്റവും ഒടുവിൽ ഫറവോൻ വിടാതിരിക്കുമ്പോൾ ഒരു വലിയ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറഞ്ഞാൽ ഒരു സംഹാര ദൂതനെ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലും മിസ്രയേൽ ജനത്തിൻ്റെ നടുവിലേക്കും ദൈവം അയക്കുകയാണ്. ഈ സംഹാരദൂതൻ കടന്നു ചെന്ന് എന്താണ് ചെയ്യുന്നത്? സംഹാരദൂതൻ കടന്നു ചെല്ലുന്ന വീട്ടിൽ അവിടുത്തെ ആദ്യജാതനെ കൊന്നുകളയുക, അവിടെ ഒരു മരണത്തിൻ്റെ താണ്ഡവമാട്ടമാണ് ഈ സംഹാരദൂതൻ ചെയ്തത്. അവിടെ പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളിലാണെങ്കിലും ശരി, മനുഷ്യരിലാണെങ്കിലും ശരി, എല്ലാത്തിൻ്റെയും ആദ്യജാതന്മാർ കൊല്ലപ്പെടുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, ദൈവമക്കളായ നമുക്ക് നന്നായിട്ടറിയാം. എന്താ ദൈവം പറഞ്ഞത്? നിങ്ങളൊരു ആടിനെ എടുക്കണം, അതിനെ അറുക്കണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടണം. അങ്ങനെ പുരട്ടുമ്പോൾ സംഹാരദൂതൻ മരണത്തിൻ്റെ താണ്ഡവമാടുവാൻ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം കണ്ടു കഴിഞ്ഞാൽ ആ സംഹാരദൂതൻ മടങ്ങിപ്പോകും എന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ഇസ്രായേൽ ജനത്തിലെ ഓരോ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആടിനെ എടുത്ത് അതിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയുണ്ടായി.
എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? ദൈവം അവിടെയും ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഒരു ദേശത്തിന് വേണ്ടിയും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയും ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി ഓരോ കുഞ്ഞാടുകളും അറുക്കപ്പെട്ടതിലൂടെ ദൈവം മാനവജാതിയോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. ലോകത്തിലെ സകല മാനവജാതികളെ രക്ഷിക്കുവാൻ ഒരു കുഞ്ഞാടായി ലോകത്തിൽ ഒരുവൻ വരുമെന്നുള്ള ദൈവം വാഗ്ദത്തം ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാനിലെ സുവിശേഷം 19-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പീലാത്തോസ് കർത്താവായ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുന്ന സമയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, പെസഹായുടെ ഒരുക്ക നാളിൽ ഏകദേശം 6 മണി നേരത്ത് അവനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുമെന്നും ആ അറുക്കപ്പെട്ടതിലൂടെ ഓരോ കുടുംബങ്ങൾക്കും രക്ഷയുണ്ടാകുമെന്നും ഇതാ ലോകത്തിലെ സകല മാനവജാതികൾക്ക് വേണ്ടി അറുക്കപ്പെടുവാനായി ഇതാ പെസഹയുടെ ഒരുക്ക നാളിൽ ഒരുങ്ങി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ, ക്രിസ്തു തന്നെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഇവർ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ട് അവർ തിരിച്ചറിയണമായിരുന്നു? യേശു ക്രിസ്തു മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തവനാണ്. ഈ എള്ളുവിളയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട്, ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരപ്രിയ ശ്രോതാക്കളോട് പറയട്ടെ, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ നേതാവല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സഭയുടെ പിതാവല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് പ്രത്യേക ഒരു വിഭാഗത്തിന്റെ ഒരു നേതാവോ ഒരു വ്യക്തിയോ അല്ല. പിന്നെയോ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ ഉച്ചേസരം വിളിച്ചു പറയുക, ലോകൈക രക്ഷിതാവായി ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് ലോകത്തിലേക്ക് കാലഘട്ടത്തെ AD എന്നും BC എന്നും 2ആയി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന കാലം കണ്ട അനുഗ്രഹീതനായ വ്യക്തി വിശേഷമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ യേശുവിനെ അവർ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ടാ? ഈ യേശു എന്ന രക്ഷിതാവിനെ കുറിച്ച് മുൻപ് കൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയാതിരിക്കുന്നത് വലിയ അപകടമാണ്. ഈ യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമത്, ഈ യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? 23-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 25-ാമത്തെ വാക്യം, 13-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. 25 അവിടെ എന്താ നമുക്കാണ് 25 ഞാൻ വായിക്കാം. യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ നിങ്ങൾ എന്നെ ആർ എന്ന് നിരൂപിക്കുന്നു. ശ്രദ്ധിക്കണമേ, യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു എന്ന് ചോദിക്കുക. അടുത്ത് ഞാൻ മശിക. ശ്രദ്ധിക്കണേ, ഞാൻ മശികയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, യഹൂദന്മാർ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? അത് മശിഹയാണ്. അവർ നൂറ്റാണ്ടുകളായി അവർ കാത്തിരിക്കുന്ന വ്യക്തിയാണ് മശിഹ. അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞു മശിഹ വരും, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു മശിഹ വരും. അങ്ങനെ അവരുടെ പിതാക്കന്മാർ, അവരുടെ പ്രവാചകന്മാർ, അവരുടെ ജനം അവരെല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അവരുടെ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ് മശിഹ എന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗവും ശുശ്രൂഷയൊക്കെ കേട്ടപ്പോൾ ജനങ്ങളെല്ലാം വിറച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് മുമ്പിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ വിളിക്കാനൊരു കാരണമുണ്ട്. അവരെ യോഹന്നാൻ വിളിച്ചത് ഓമന പേര, സർപ്പസന്തതികളെ എന്ന.
നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും, അത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവരെ നോക്കി ഇത്ര അധികാരത്തോടെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുമ്പോൾ കേട്ടപ്പോൾ തന്നെ അവരുടെ മുട്ടിടിച്ചു പോയി. അതുകൊണ്ട് അവർ ചോദിച്ചു, നീ ആ പ്രവാചകനോ, നീ മശിഹയാണോ? ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞ, ഞങ്ങളുടെ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന, ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകങ്ങളുടെ വചനങ്ങളായ സാക്ഷാൽ മക്ഷിക നീ തന്നെയാണോ എന്ന് ഈ സ്നാപക യോഹന്നാനോട് ചോദിച്ചപ്പോൾ സ്നാപക യോഹന്നാൻ പറയാം, അത് ഞാനല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ മതിയായവനല്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്താ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിൻ്റെ ആശയമെന്ന് അറിയാമോ? യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ട്? അവൻ കേവലം സാധാരണ ഒരു മനുഷ്യനല്ല, അവനെക്കുറിച്ച് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ കാണുന്നത്, യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയം കേവലം അവനൊരു മനുഷ്യയല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന സാക്ഷാൽ മശിഹയാണ്, കർത്താവായ യേശു ക്രിസ്തു ആയതുകൊണ്ട് ഈ യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. സാധാരണ എൻ്റെ പ്രസംഗത്തിൽ എല്ലായിടത്തും ഈ വേദഭാഗം ഞാൻ ഉദ്ധരിക്കാറുണ്ട്. ഈ മശിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കും അറിയില്ല, ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓർക്കും ഇത് ആരാണെന്നറിയില്ല. എന്താ മശിക? നമുക്കറിയാം, ശമരിയ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാനും നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. കർത്താവായ യേശു അവളുടെ അടുക്കൽ ചെന്ന്, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് പറയുക. അങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവളൊരു ചോദ്യം യേശുവിനോട് ചോദിക്കുക, നീ ഒരു യഹൂദനായിരിപ്പേ നീ കുടിപ്പാൻ എന്നോട് ചോദിക്കുന്നത്? അപ്പൊ യേശുവിനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഇവൻ ആരാന്നറിയാമോ? ഒരു യഹൂദനാണ് എന്ന്. അങ്ങനെ അവർ ഇങ്ങനെ വെള്ളമൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭാഷണമൊക്കെ തുടർന്നു. അങ്ങനെ സംഭാഷണമൊക്കെ തുടർന്നപ്പോൾ അവളുടെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നു. അപ്പോൾ അവൾ ഇങ്ങനെ പറയുകയാണ്, നീ കേവലം ഒരു യഹൂദനല്ല, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ നോക്കണം, രണ്ടാമത് അവൾ പ്രവാചകൻ എന്ന് പറയുകയാണ്. വീണ്ടും സംഭാഷണം തുടർന്നു. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അവൾ പറഞ്ഞത് ഒരു വാക്ക് ഇങ്ങനെയാണ്, എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പ്രവാചകന്മാർ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മശിഹ വരുമ്പോൾ ഞങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുക, മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. അഭിഷിക്തൻ, ക്രിസ്തു അഭിഷിക്തൻ. എന്താ ഈ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ? ക്രിസ്തു സമം മശിഹ സമം അഭിഷിക്തൻ സമം എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ മശിഹായുടെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മശിഹ ആരെന്നവിടെ പറയുക എന്താണെന്നറിയാമോ? യെശയ്യാവ് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ നിങ്ങളുടെ ദൈവം, അവൻ വരുമ്പോൾ കുരുടർ കാണുകയും ചെകിടർ കേൾക്കുകയും മുടന്തർ മാനിനെ പോലെ ചാടുകയും ഊമൻ ഉല്ലസിച്ച് ഘോഷിക്കുകയും ചെയ്യുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞു എന്നറിയാമോ? വരാൻ പോകുന്ന മശിഹ, ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന ക്രിസ്തു, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ അഭിഷിക്തൻ എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനല്ല, കേവലം ഒരു യഹൂദ പുരോഹിതനല്ല, കേവലം ഒരു പ്രവാചകനല്ല, കേവലം സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയുള്ള ഒരു നേതാവല്ല. അല്ലയോ എള്ളുവിളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് പറയട്ടെ, ആ വരുമെന്ന് പറഞ്ഞവൻ ഈ പ്രപഞ്ചമന്ത അണ്ടകടാകത്തെ കടഞ്ഞെടുത്ത അത്യുന്നതനായ ദൈവമാണ്. ദൈവത്തിന്റെ അവതാരത്തെ കുറിച്ചാണ് യേശു ക്രിസ്തുവിന്റെ അവതാരം മശിഹ എന്ന് വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തിയെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണമായിരുന്നു. എന്തുകൊണ്ട്? അവനാണ് നിങ്ങൾ കാത്തിരിക്കുന്ന, ഞങ്ങൾ കാത്തിരുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രവചിച്ച, ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന, ലോകം കാത്തിരിക്കുന്ന ലോകൈക രക്ഷിതാവായ, പ്രപഞ്ച സൃഷ്ടിതാവായ അത്യുന്നതനായ ദൈവം, അവനാണ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ അവനെ തിരിച്ചറിയണമായിരുന്നു. ഇന്നത്തെ ആധുനിക ശാസ്ത്രവും ആധുനിക സിദ്ധാന്തവും എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്.
നിങ്ങൾക്കറിയാമായിരിക്കാം, ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ സുപരിതനായ ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തെ പോലെ ഒരു മണ്ടൻ ലോകത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് മിടുക്കനെന്ന, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചത് കൊണ്ട് അദ്ദേഹം വലിയ അറിവ് സമ്പാദിച്ചുവെന്നാണ്. നമ്മളൊരു 10 സ്ഥലത്ത് പോയി നമ്മൾ ടൂറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തറിവുണ്ടാകും നമുക്കറിയാമല്ലോ നമ്മളെ. അപ്പോൾ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി എന്ന് പറഞ്ഞ് ഈ ലോകത്തിലുള്ള എല്ലാ അറിവും ഉണ്ടാകണമെന്നില്ല. ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ലോകം മുഴുവനും സഞ്ചരിച്ചു, അവിടെയൊന്നും ഞാൻ ദൈവത്തെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യനെ കാണിക്കുവാൻ ചെന്ന് പറയാം, ഞാനാണ് ദൈവം കേട്ടോ സന്തോഷേ, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം. അമേരിക്കയിൽ പോകുമ്പോൾ, ചൈനയിൽ പോകുമ്പോൾ, ആഫ്രിക്കയിൽ പോകുമ്പോൾ, ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ, ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയോട് പറയുക, ഞാനാണ് ദൈവം. എന്ത് വിഡ്ഢിത്തരമാ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള മണ്ടന്മാർ പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുക, അദ്ദേഹം പറയുക ദൈവം ഇല്ല എന്ന്. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുക ദൈവം ഇല്ല എന്ന് ആവർത്തിച്ച്, ദൈവദാസന്മാരെ സ്തോത്രം, ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുക. ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഒരു പമ്പര വിഡ്ഢി, ഒരു മണ്ടൻ ദൈവമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമില്ലാതെയാകുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. ദൈവമുണ്ട്. ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളത് കൊണ്ടാ ദൈവമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ബൈബിളിന്റെ പുറകിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് പറയട്ടെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഉണ്ട്. ഇത് വെറുതെ ഉണ്ടായി വന്നതല്ല. ഞാനും നിങ്ങളും പറയോ എൻ്റെ അപ്പൂപ്പൻ കുരങ്ങനാണെന്ന്. ഇനി നമ്മൾ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി കുരങ്ങി അല്ലെങ്കിൽ കുരങ്ങാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ അവസാനത്തെ വിളിയായിരിക്കും. ആരോഗ്യമില്ല, കിടക്കയിൽ കിടന്ന് ചാടി എഴുന്നേറ്റ് അടിക്കും. കാരണം കുരങ്ങനെന്ന് വിളിക്കുന്നത് അപമാനമാണ്. എന്നാൽ ഇവർ പറയുക എൻ്റെ അപ്പച്ചൻ കുരങ്ങനായിരുന്നുവെന്ന്. ഞങ്ങൾ പറയുകയില്ല, ഞങ്ങൾ കുരങ്ങൻ്റെ തലമുറയില്ല, ഞങ്ങൾ ആദാമിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാ. മനുഷ്യനിൽ നിന്ന് ഉളവായത് ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പ്രപഞ്ച സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് ബൈബിൾ പറയുക, ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി പറയട്ടെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അത്യുന്നതനായ ഒരു ദൈവം തമ്പുരാൻ ലോകത്തിലുണ്ട്. ആ ദൈവത്തിന്റെ അവതാരമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവിടുന്ന് മഹാദൈവമെന്നാണ്. മഹാദൈവമെന്നാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഇതിനേക്കാളും നല്ലൊരു വാക്ക് പറയുന്ന മലയാളത്തിന്റെ പാപ്പരത്വം അതാ കാണുന്നത്. മഹാദൈവം. ദൈവത്തെ ഇതിനേക്കാളും അപ്പുറം വിശേഷിപ്പിക്കുവാനില്ല. മഹാദൈവമെന്നാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താ? യേശു ക്രിസ്തു സത്യദൈവമെന്നാണ്. 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 അപ്പോൾ ഒരു ദൈവം തമ്പുരാനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത് എന്താ? ഈ യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്തില്ല? തിരിച്ചറിഞ്ഞില്ല. കാരണം എന്താ? ദൈവം വരുമെന്ന് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു. അത് ദൈവത്തിന്റെ അവതാരമാണ്. അപ്പൊ ദൈവമെന്ന രക്ഷിതാവായ യേശുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്, പരാജയമാണ്. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ദൈവം ഈ ലോകത്തിലുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ദൈവത്തെ കാണിച്ചു തരാൻ സാധിക്കുമെന്നൊക്കെ പല ആളുകളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ വീടുകളൊക്കെ സന്ദർശിക്കുന്നത്, ഇവിടെ എനിക്ക് ദൈവദാസന്മാരും ഞങ്ങളുമൊക്കെ ഇതുപോലെയുള്ള മേടകളിൽ നിന്ന് മാത്രം പ്രസംഗിക്കുന്നില്ല, വഴിവെക്കിൽ നിന്ന് പ്രസംഗിക്കുന്നവരാ. മാത്രമല്ല വീടുകളിൽ പോയി പറയുന്നവരാ. അങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആളുകൾ അവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കാണാനായിട്ട് സാധിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 1-ാം അധ്യായം ദൈവത്തെ താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ബൈബിൾ പറയുക, ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകും വണ്ണം ദൈവത്തെ ഈ ഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാ. എന്താ മനസ്സിലായോ? ഈ പ്രകൃതിയിലൂടെയും ഈ പ്രപഞ്ചത്തിലൂടെയും ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന ഒരുവനുണ്ട് എന്ന് ലോക സൃഷ്ടി മുതൽ, മനുഷ്യന്റെ ആരംഭം മുതൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 19 പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ
ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. ഒരു ദൈവം തമ്പുരാനുണ്ട്, ഒരു ദൈവം തമ്പുരാനുണ്ട്. ഇത് യുക്തിവാദികളായ ആളുകൾ പറയുന്നുണ്ട്, ഒരു ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശക്തി ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവം തമ്പുരാനെ കുറിച്ച് പറയുക എങ്ങനെയെന്നറിയാമോ? ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് എങ്കിലും മനുഷ്യൻ ഈ ദൈവത്തെ അവന്റെ ബുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത, വിവരമില്ലാത്ത മനുഷ്യന്റെ ബുദ്ധിയിൽ അവൻ ദൈവത്തെ കാണുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് എന്താ പറയുന്നത്? അവർ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി അവർ ദൈവത്തെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അവിടെ ഇങ്ങനെയാ പറയുന്നത്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു ദൈവം തമ്പുരാനുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവം തമ്പുരാനുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മെടഞ്ഞെടുത്ത, ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ലോകത്തോട് അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രസംഗം, ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവിക സന്ദേശങ്ങളെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യനൊരു ആഗ്രഹം. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അല്ലയോ കർത്താവേ, അല്ലയോ ഗുരുവേ, ആ ദൈവത്തെ എനിക്കൊന്ന് കാണണം. എന്താ ചോദിക്കാൻ കാരണം? ദൈവരാജ്യത്തെക്കുറിച്ചും ആവോളം വാനോളം ഉയർത്തിപ്പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് അദ്ദേഹം ചോദിക്കാൻ, ഞങ്ങൾക്ക് ആ ദൈവത്തെ ഒന്ന് കാണണം. അങ്ങനെ കാണണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ചങ്കത്ത് കൈവച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാ. എന്താ പറഞ്ഞത്? എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, ഞാനും ദൈവവും ഒന്നായിരിക്കുന്നു. ഈ എള്ളുവിളയിൽ യുക്തിയുള്ള, ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ കാണണമെന്ന് ചോദിച്ചപ്പോൾ, ദൈവത്തെ അറിയണമെന്ന് ഏതൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചപ്പോൾ, അത് ഞാൻ തന്നെയാണെന്ന് ലോകത്തോട് വിളംബരം ചെയ്ത ലോകത്തിൽ ഒരുവൻ മാത്രമേയുള്ളൂ. ഇന്ന് രാത്രി ഈ ദേശത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്ന അത് നസറേത്തുകാരനായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രകൃതിയെ നോക്കി, മനുഷ്യനെ നോക്കി, മറ്റതിനെ നോക്കി ചൂണ്ടിക്കാണിച്ചപ്പോൾ ലോകത്തിലെ ദൈവം ഇറങ്ങി വന്നുകൊണ്ട് സൃഷ്ടികളായ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സാക്ഷാൽ ദൈവം അത് ഞാൻ തന്നെയാണ് എന്ന് ദൈവം ലോകത്തോട് വിളംബരം ചെയ്യുകയുണ്ടായി. ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും, ദൈവത്തെ തിരിച്ചറിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എൻ്റെ സന്ദേശം ശ്രദ്ധിക്കുന്നുവെങ്കിൽ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ ഒരുവനേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ തിരിച്ചറിയണം. എന്തുകൊണ്ട് തിരിച്ചറിയണം? യേശു എന്നത് ഈ രക്ഷിതാവാണ്. യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണം. കാരണം എന്താ? അവനെക്കുറിച്ച് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. 2, അവൻ മശിഹയാണ്, ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ തിരിച്ചറിയണം. ഈ എള്ളുവിളയിലുള്ളവരോടും പറയട്ടെ, ഈ സുവിശേഷ യോഗം എന്തിനാ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണം. അവനാണ് ദൈവം, അവനാണ് ദൈവം. അതുകൊണ്ടൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, അവനൊപ്പം പറയുവാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനായി ആരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി അവനെ പോലെ ഉയർത്തുവാൻ, അവനെ പോലെ പറയുവാൻ, അവനെ പോലെ നല്ലവനായ ഒരുവൻ വേറെ ഒരുവനില്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, മനുഷ്യരുടെ ഇടയിൽ ദൈവമെന്ന് പറയുന്ന, മനുഷ്യരിൽ പറയുവാൻ കൊള്ളാകുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഈ നാളുകളിൽ ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, ഗുരുക്കന്മാരിൽ യഥാർത്ഥ ഗുരു എന്ന് പറയുവാൻ ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ ഒരു പുണ്യപുരുഷൻ, യേശു ക്രിസ്തുവിനെ പോലെ നിസ്തുല്യനായ പുരുഷൻ, യേശു ക്രിസ്തുവിനെ പോലെ നല്ലവൻ, യേശു ക്രിസ്തുവിനെ പോലെ മഹാദൈവം മറ്റൊരുവനില്ലേ ഇല്ല. ഈ യേശുവിനെ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമത്, ഈ യേശുവിനെ തിരിച്ചറിയണമെന്ന് പറയുന്ന രണ്ടാമത്തെ കാരണം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 13-ാം അധ്യായത്തിന്റെ 28, 29 വാക്യങ്ങൾ വായിക്കണം. 1, യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണം. 2, യേശുവിനെ തിരിച്ചറിയണമെന്ന് പറയുന്നതിന്റെ ആശയം എന്താണ്? 28, 29 വാക്യങ്ങൾ. ഒരു ഹേതുവും കാണാഞ്ഞിട്ടും, അവിടെ ഒരു വാക്ക്, ഒരു മരണത്തിന് ഒരു വാക്ക് കൂടെ. 27 വായിച്ചോ. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവരൊക്കെയും ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളൊക്കെയും തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അവയ്ക്ക് നിവർത്തി വരുത്തി.
മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. നോക്കണം, ഈ പൗലോസിന്റെ പ്രസംഗത്തിൽ രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതാണ് ഇവിടെ നാം വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ ക്രൂശിൽ മരിക്കുകയുണ്ടായി. കയ്യും കാലും തുളയ്ക്കപ്പെട്ടവനായി 2 കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. പല ആളുകളും ചിന്തിക്കുന്നത് ഇവൻ എന്തോ അപരാധം ചെയ്തുവെന്നാണ്, എന്തോ ദോഷം ചെയ്തുവെന്നാണ്, എന്തോ പാപം ചെയ്തുവെന്നാണ്. അപ്പോൾ ദോഷം ചെയ്ത പാപം ചെയ്ത യേശുവിനെ ഇതാ ക്രൂശിച്ചു എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിനെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 കാരണങ്ങളാണ് യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി യഹൂദന്മാർ ആരോപിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. 23-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 2 കാരണങ്ങൾ ലൂക്കോസ് വിശേഷമാണ്. അവിടെ പറയുന്നുണ്ട്, ഇവൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞുവെന്നാണ്. 2, ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശവാദം പറഞ്ഞുവെന്നാണ്. ഈ 2 കാരണങ്ങൾ ചുമത്തിയാണ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത്. ഒന്നാമത്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞുവെന്നാണ്. യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് ചോദിച്ചാൽ അടിവരയിട്ട് ഞങ്ങൾ ഉയർത്തി പറയും, യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചോദിച്ചത്. അവൻ പിറന്നപ്പോൾ തന്നെ യഹൂദന്മാരുടെ രാജാവായിരുന്നു. ഇനി നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ആരോപണം ഇതാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു, ജനങ്ങളെ ചതിച്ചു, അതുകൊണ്ടാണ് ഇവനെ ക്രൂശിക്കുന്നത്. എന്നാൽ യേശുവിനെ ക്രൂശിച്ചപ്പോൾ മേലെടുത്ത് എഴുതി വെച്ചത് എന്താണെന്നറിയാമോ, യേശു യഹൂദന്മാരുടെ രാജാവെന്നാണ്. നോക്കണമേ, അവൻ മരിക്കുന്നതിന് മുമ്പ് വരെ അങ്ങനെ പറഞ്ഞവനെന്ന് അപമാനിച്ചു പറഞ്ഞ ആളുകളുടെ മുമ്പിൽ പോലും പീലാത്തോസിന്റെ ബുദ്ധിമണ്ഡലത്തെ ദൈവം തിരിച്ചുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുകളിൽ എഴുതി വെക്കുകയുണ്ടായി, യേശു യഹൂദന്മാരുടെ രാജാവ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയട്ടെ, യേശു യഹൂദന്മാരുടെ രാജാവാണോ? അതേ പ്രിയപ്പെട്ടവരെ, അല്ല, ആണ്. അതുകൊണ്ട് ആ വാദം അത് പൊളിയുകയാണ്. 2ാമത് പറഞ്ഞ വാദം എന്താണെന്നറിയാമോ, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെ യേശു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഗുരു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? യേശു പറഞ്ഞത് എന്താ? കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ കരം കൊടുക്കണമെന്ന. ടാക്സ് വെട്ടിക്കരുത്, കള്ളം കാണിക്കരുത്, കരം കൊടുക്കണം, കരം കൊടുക്കണം, ഗവൺമെന്റിനുള്ളത് കൊടുക്കണമെന്നാണ് ദൈവം പഠിപ്പിച്ചത്, യേശു പഠിപ്പിച്ചത്. അപ്പോൾ 2 വാദങ്ങളും പൊളിഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചത്. എന്താണെന്നറിയാമോ, മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ എന്ത് ചെയ്യുന്നറിയാമോ, ക്രൂശിൽ തറപ്പിച്ചു കൊന്നു എന്നാണ് വായിക്കുന്നത്. ഇന്ന് രാത്രി ഈ എള്ളുവിളയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് വളരെ സ്നേഹത്തോട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ക്രൂശിക്കുവാൻ യേശുക്രിസ്തു ഒരു ദോഷവും ചെയ്തില്ല, ഒരു പാപവും ചെയ്തില്ല, അവൻ ഒരു കുറ്റവുമില്ല. കാരണം എന്താ? മരണത്തിന് ഒരു ഹേതുവും അവനിൽ കണ്ടെത്തുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇനി ഒരു വാക്യം വായിക്കേണ്ടതായിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവൻ മരിച്ചത് പാപസംബന്ധമായി. അവൻ മരിച്ചത് പാപസംബന്ധമായി അവൻ മരിച്ചുവെന്നാണ്. ഈ 2 വാക്യങ്ങൾ നോക്കണമേ. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുക, മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ ക്രൂശിച്ചു എന്നാണ്. ഇപ്പോൾ റോമാലേഖനം 6-10 എന്താ വായിച്ചത്? അവൻ മരിച്ചത് പാപസംബന്ധമായി അവൻ മരിച്ചു. ഈ 2 വാക്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുള്ളതുപോലെ നമുക്ക് തോന്നാം. ഒന്ന്, അവൻ മരിക്കുവാൻ ഒരു കാരണമില്ല. 2, ഇവിടെ വായിച്ചത് എന്താ? അവൻ മരിച്ചത് പാപസംബന്ധമായി മരിച്ചു. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, യേശുക്രിസ്തുവിൽ പാപമെന്തെങ്കിലും ഉണ്ടായിരുന്നോ? യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച ശിഷ്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, യേശു പാപം ചെയ്തിട്ടില്ല. വേറൊരു ശിഷ്യൻ പറഞ്ഞു, യേശുക്രിസ്തുവിൽ പാപമില്ല. വേറൊരു ശിഷ്യൻ പറഞ്ഞു, യേശു പാപം അറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ എന്ത് ചെയ്തു? ഒറ്റിക്കൊടുത്തു എന്നാണ്. യേശുക്രിസ്തുവിനെ ന്യായവിസ്താരം ചെയ്ത പീലാത്തോസ് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം, യേശുക്രിസ്തു പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥത്തില? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്ന്. എന്നാൽ അവൻ മരിച്ചത് പാപ
സംബന്ധമായി യേശു ക്രിസ്തുവിൽ ഒരു പാപവും ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. അങ്ങനെയെങ്കിലും ചോദ്യം, അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് ഏത് പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് പാപത്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു വാക്യം വായിക്കേണ്ടതായിട്ടുണ്ട് ദൈവദാസനെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എന്താ നമ്മോട് വായിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, ശ്രദ്ധിക്കണമേ ആ വാക്ക്, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാൻ യേശു ക്രിസ്തുവിൽ ഒരു പാപവുമില്ല. യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പാപസംബന്ധമായി ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിന്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുക, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അടിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് എള്ളുവിളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണ കാരണം ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ മരണ കാരണത്തെ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. എന്താ കാരണമെന്നറിയാമോ? പാപ സംബന്ധമായ മരണം, പാപത്തിന് പകരമായ മരണം. ആ പാപം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് പകരമായ മരണമാണ്. നമ്മുടെ പാപത്തിന് പകരമായ മരണമാണ്. അവൻ നമ്മുടെ അകൃത്യങ്ങൾ ചുമന്നും നമ്മുടെ പാപങ്ങൾ വഹിച്ചും നമ്മുടെ പാപത്തിനും അകൃത്യത്തിനും വേണ്ടി അവൻ അടിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, നുറുങ്ങപ്പെട്ടവനായി തീർന്നു. കാൽവരിയുടെ കൊലമരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, നമ്മൾ പാപികളാണോ? പണ്ടൊരിക്കൽ പറഞ്ഞ പേരൊന്നും പറയുന്നില്ല, ഈ അടുത്ത കാലത്ത് അദ്ദേഹം പോയി. മനുഷ്യനെ പാപിയെന്ന് വിളിക്കരുത്, അതാണ് പാപം. മനുഷ്യനെ പാപി എന്ന് വിളിക്കരുത്, അതാണ് പാപം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പാപി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ബൈബിൾ പറയുക, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, മരുന്നിനൊരു നീതിമാന്മാർ പോലും ഈ എള്ളുവിളയിലില്ല. എള്ളുവിളയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഒരൊറ്റ നീതിമാന്മാർ പോലും ഈ ലോകത്തിലില്ല. ബൈബിൾ പറയുക, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നിട്ട് പറയുക, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് താഴോട്ട് വിശദീകരിക്കുമ്പോൾ പറയുക, സർപ്പവിഷം അവരുടെ അധരങ്ങളിലുണ്ട്. സർപ്പവിഷം അവരുടെ അധരങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വാ തുറന്നാൽ വിഷമാ. ചില ആളുകളെ വാള് കൊണ്ടും കത്തി കൊണ്ടും കുത്തണ്ട, ഒരു വാവ് ഇല്ലേ, നമുക്കറിയാം. ഒന്ന് വാ തുറന്നാ മതി, ആ മനുഷ്യൻ ചത്തുപോകും കേൾക്കുന്നവൻ. അപ്പോൾ മനുഷ്യന്റെ നാവിൽ സർപ്പവിഷമുണ്ട്. സർപ്പവിഷമുണ്ട്. എന്താ ഈ സർപ്പവിഷം? പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ചപ്പോൾ, പാപം മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ വാ തുറന്നാൽ പാപമാണ്. അവൻ അനേകരെ വാ കൊണ്ട് കൊല്ലുന്നു. ഈ എള്ളുവിളയിലുമില്ലേ നമ്മുടെ വാ തുറന്ന് കൊല്ലുന്നവർ? നമ്മുടെ സഭയിലുള്ളവരെയും നമ്മുടെ അയൽക്കാരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ പരിചയക്കാരെയും ഒക്കെ വായു കൊണ്ട് കൊല്ലുന്നവർ, വാ കൊണ്ട് നുറുക്കുന്നവർ നമ്മുടെ നാട്ടിലില്ലേ? എന്നിട്ട് പാപത്തിന്റെ ആ വിശദീകരണത്തിൽ പറയുമ്പോൾ അടുത്ത് പറയാം, അവർ ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നോക്കണേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ രക്തം ചൊരിയുവാൻ അവന്റെ കാലുകൾ ബന്ധപ്പെടുന്നു. എത്ര അക്ഷരാർത്ഥപരമായ ഒരു സത്യമാണെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം, ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ്, മലയാള മനോരമയിലെ പത്രമാണ്. ഇവിടെ തിരുനെല്ലുവേലിക്കടുത്ത് ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഒരു സ്വന്തം ഭാര്യയെ അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ്. ഭർത്താവ് വിളിച്ചു വരുത്തിയെന്നറിയാമോ? ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് ഈ ഭാര്യയെ നുറുക്കി കൊന്നു. എന്നിട്ട് എന്തെന്നറിയാമോ? കട്ടർ മെഷീൻ കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും അറുത്തു മാറ്റി പല ബാഗുകളിലാക്കി അദ്ദേഹം കളയുവാനായിട്ട് പോയപ്പോൾ പോലീസിനാൽ പിടിക്കപ്പെട്ടു. സ്വന്തം ഭാര്യയെ, കൂടെ കിടന്നുറങ്ങുന്ന, അവൻ ആഹാരം പാചകം ചെയ്തു കൊടുക്കുന്ന, അവനെ സ്നേഹിക്കുന്ന അവന്റെ സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പേരിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് നുറുക്കിക്കൊല്ലുന്ന ഭർത്താക്കന്മാർ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എന്താ?
മനുഷ്യൻ രക്തച്ചൊരിച്ചിലിനായി അവന്റെ കാലുകൾ ബന്ധപ്പെടുന്നു. കാരണം എന്താ? പാപം മനുഷ്യനിൽ ഇത്തിള് പോലെ ഞെക്കി പിടിച്ചിരിക്കുകയാ. പാപത്തിന്റെ ഭയങ്കരത്വം മനുഷ്യന്റെ മേൽ അവൻ കുടികുത്തി വാഴുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറി. എന്താണെന്നറിയാമോ? പാപം അവനിൽ വാണ്, പാപം അവനെ പിടിച്ചിരിക്കുകയാ. ഈ പാപം അവനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് തിന്മയും ചെയ്യുവാൻ അവൻ ബന്ധപ്പെടുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ കാട്ടാക്കട, നമ്മുടെ തിരുവനന്തപുരം, ഈ കാട്ടാക്കടയ്ക്കടുത്ത് പൂവച്ചലിനടുത്തൊരു സംഭവിച്ചൊരു കാര്യമുണ്ട്. ഭിക്ഷയ്ക്ക് പോയ 75 വയസ്സിന് മുകളിലുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഭിക്ഷയ്ക്ക് പോയപ്പോൾ വീട്ടിലിരിക്കുന്ന 2 പേര്, അതിലൊരാൾ പോലീസുകാരനാണ് കേട്ടോ. 2 പേരെന്നറിയാമോ? ഈ വൃദ്ധയായ സ്ത്രീയെ അതിക്രൂരമായി ഉപദ്രവിച്ച് അടിച്ച് ബുദ്ധിമുട്ടിയതിനു ശേഷം അവളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവനും കവർന്നെടുത്തു. അവരെയും പിടിക്കുകയുണ്ടായി. ഞാനിങ്ങനെ പറയട്ടെ, എന്തെല്ലാം സംഭവങ്ങളാ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാ വർദ്ധിച്ചു വരുന്നത്. ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു ദൈവദാസന നിലയിൽ ഞാൻ ഇങ്ങനെ പറയാം. ഇത് ഏത് കാലഘട്ടമെന്നറിയാമോ? നോഹയുടെ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തി നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറയാൻ അറിയാമോ? തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യയായി തിരഞ്ഞെടുക്കുകയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, നോഹയുടെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുകയാ. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ മറന്ന്, ദൈവത്തിന്റെ പ്രമാണം മറന്ന്, ദൈവത്തിന്റെ വ്യവസ്ഥകൾ മറന്ന്, ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങളെ മറികടന്നുകൊണ്ട് മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. പാപം ചെയ്യുവാൻ രക്തച്ചൊരിച്ചിലിനായി കാലുകൾ ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. അല്ലയോ എള്ളുവിടയോ, നിങ്ങളിത് മനസ്സിലാക്കണം. എന്തെല്ലാം നിയമങ്ങളാ ഈ കാലഘട്ടത്ത് വർദ്ധിച്ചു വരുന്നത്. ഈ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെന്നറിയാമോ? വിവാഹമാണ്. വിവാഹ ജീവിതത്തിൽ വരുന്ന പ്രശ്നം ദൈവം ആ ദേശത്തെ ന്യായവിധിച്ചു. എന്നാൽ തങ്ങൾക്ക് ബോധിച്ച പോലെ, തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എത്ര വലിയ ഗൗരവമുള്ള കാര്യമെന്നറിയാമോ? ബോധിച്ചതുപോലെ ഇണയെ തിരഞ്ഞെടുത്തത് കൊണ്ട് ജലപ്രളയത്താൽ ലോകം മുഴുവനും നശിപ്പിച്ച ഒരു ദൈവത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി സോദോം ഗോമോറയെ ദൈവം ന്യായം വിധിക്കാൻ കാരണം എന്താ? ഹോമോസെക്സാ. എന്താ ഈ ഹോമോസെക്സ്? മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ആണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക, പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക. ഇന്നത്തെ സിനിമകൾ പോലും അങ്ങനെയുള്ള സിനിമകളല്ലേ. നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഭയങ്കര സിനിമ കാണാൻ. ഞാൻ എൻ്റെ വീട്ടിൽ TV ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പത്രം വായിക്കുന്നതുകൊണ്ടും മീഡിയയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടും ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. എന്താണെന്നറിയാമോ? പുരുഷനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. സ്ത്രീയും ഒരുമിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഇന്നത്തെ സിനിമാ മാധ്യമങ്ങളിലൂടെ കടന്നു വരികയാണ്. ലോകത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും അത്തരത്തിലുള്ള ജീവിത രീതിയിലേക്ക് നമ്മളെ തള്ളിയിടുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് നോഹയുടെ കാലഘട്ടത്തെക്കാളും അതപ്പതിച്ച ഒരു കാലഘട്ടമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? പെണ്ണും വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ, ആണും വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, അത് പിന്നും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ്റെ കല്യാണമാണ്, എൻ്റെ ഒരു മകൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് വരണം. അവൻ പ്രേമിച്ച കല്യാണം കഴിച്ചത്. അയ്യോ അച്ഛാ, അത് എന്ത് പറ്റി? അങ്ങനെയല്ല എൻ്റെ പൊന്നു ബ്രദറെ, അവനൊരു പെണ്ണിനെയല്ലയോ പ്രേമിച്ചതെന്ന് ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുക. കാരണം ഇന്ന് അതും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുക. ഇനി അതിനേക്കാളും വില്ലനാണെന്ന് പറയുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയും. നമ്മളൊരു സോപ്പ് വാങ്ങിച്ചാൽ, സന്തൂർ വാങ്ങിച്ചാൽ, ഇത് മണമുണ്ടോ, ഗുണമുണ്ടോ, ലാസ്റ്റ് ചെയ്യുമോ, അങ്ങ് അറ്റം വരെ മണം കാണുമോ എന്നൊക്കെ നോക്കി നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത പ്രാവശ്യം സന്തൂർ സോപ്പ് വാങ്ങും. ഇതുപോലെ സോപ്പും പൗഡറും ചീപ്പും വാങ്ങും പോലെയാ പെണ്ണ് കെട്ടുന്നത്. 5-6 വർഷം ഒരുമിച്ച് ജീവിക്കും. ഇവള് കൊള്ളാമോ? എന്നോട് കയർത്ത് സംസാരിക്കുമോ? ഞാൻ പറയുന്നത് കേൾക്കുമോ? അവളും ചിന്തിക്കും, ഇവൻ്റെ കൂടെ മാത്രം പോയാൽ മതിയോ? വേറെയും കൂടെ പോയാൽ പ്രശ്നമുണ്ടോ? ഇവൻ എന്തെങ്കിലും പ്രശ്നമാണോ? ഇതെല്ലാം നോക്കും. അങ്ങനെ ഒരുമിച്ച് 5-6 വർഷം ജീവിച്ച് ലിവിങ് ടുഗദറായി, കൊള്ളാം, എനിക്ക് കൊള്ളാം, പറ്റിയ ചെറുക്കന, പറ്റിയ പെണ്ണ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ബാംഗ്ലൂരിലും മറ്റു സ്ഥലങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അല്ലയോ എള്ളുവിള ദേശമേ, വളരെ ശക്തമായിട്ട്
സത്യമായിട്ട് പറയട്ടെ, ഇത് നോഹയുടെ കാലഘട്ടത്തെക്കാളും വലിയ ഭീകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയില്ലേ? സോദോം ഗോമോറയെ ന്യായം വിധിച്ച ദൈവം, പ്രിയപ്പെട്ടവരെ, ഇവിടെ ജലപ്രളയത്താൽ ദൈവം ന്യായം വിധിച്ച ദൈവം, ദൈവം ചരിത്രത്തിൽ എത്രയോ ന്യായവിധികൾ നടത്തിയ ദൈവം ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇതൊരു ന്യായവിധിയുടെ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. പാപത്തിന്റെ കുത്തൊഴുക്കിൽ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് എന്ത് തിന്മയും ചെയ്ത് ദൈവത്തിന് വിരോധമായി ദൈവത്തോട് പാപം ചെയ്ത് അതിക്രമത്തിൽ ജീവിക്കുന്ന അല്ലയോ എള്ളുവിളയേ, അല്ലയോ എള്ളുവിളയേ, ഇന്ന് രാത്രി വളരെ ശക്തമായിട്ട് പറയട്ടെ, നിന്റെ പാപം നിന്നെ എത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് നിന്നെ വിട്ട് മാറുന്നില്ല. ആ പാപത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. നിന്റെ വായിൽ സർപ്പവിഷമുണ്ട്. രക്തച്ചൊരിച്ചിലിനായി നിന്റെ കാലുകൾ ബന്ധപ്പെടുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മദ്രാശിയുടെ പിന്നാലെ പോയി ഭാര്യയെ തല്ലിയും കുടുംബത്തിൽ സമാധാനമില്ലാതെയും അക്രമത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന മനുഷ്യ, നീ പാപത്തിന്റെ കുത്തലേക്ക് ജീവിക്കുന്നു. ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ ആരാധന വേണ്ട, ദൈവിക സന്ദേശം നിനക്ക് വേണ്ട, പ്രാർത്ഥന വേണ്ട. നിന്റെ ജീവിതത്തെ പാപത്തിന്റെ ചതിക്കുഴി തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രി വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് പറയാം. എന്നറിയാം, മനുഷ്യൻ പാപിയാണ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുക, മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും, മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ ക്രൂശിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. അല്ലയോ എള്ളുവിളകളോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരിയുടെ ക്രൂശിൽ ക്രൂശിച്ചത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? എന്തുകൊണ്ടാണ് അവൻ അടിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവൻ നുറുങ്ങപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവന്റെ ശരീരം മുഴുവനും കീറപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവൻ മുൾക്കിരീടം ധരിച്ചത്? എന്തുകൊണ്ടാണ് അവൻ രക്തം വാർന്നൊഴുകിയത്? എന്തുകൊണ്ടാണ് അവൻ ഉറക്കെ ക്രൂശിൽ നിലവിളിച്ചത്? അല്ലയോ എള്ളുവിളയോട് പറയട്ടെ, നിന്റെ പാപം മുഴുവനും അവൻ ഏറ്റെടുത്തുകൊണ്ട്, നിന്റെ അകൃത്യം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട്, നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ അകൃത്യത്തിന് വേണ്ടി കാൽവരിയുടെ കൊലമരത്തിൽ യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടിയാ. യേശു ക്രിസ്തുവിന് ഒരു തെറ്റുമില്ല. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. നീ തിന്മയിൽ ജീവിക്കുന്നു, നീ പാപത്തിൽ ജീവിക്കുന്നു. എന്തും ചെയ്ത് ബോധിച്ചതുപോലെ നിന്നെ ജീവിക്കുന്ന നിന്റെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ അവൻ മരിക്കുകയുണ്ടായി. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ധാരാളം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. നിങ്ങളിവിടെ ആട് വളർത്തുന്നവരും വെട്ടുന്നവരും ഈ ആട് കൃഷി ചെയ്യുന്നവരൊക്കെ നമ്മളിവിടെ ഉണ്ടല്ലോ. അറുക്കുവാൻ ഒരു കുഞ്ഞാടിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അതൊന്ന് വീണ് കഴിഞ്ഞാൽ അതിനോട് എന്തെങ്കിലും മാന്യത കാണിക്കുമോ? അത് വണ്ടിയിൽ കയറിയില്ലെങ്കിൽ എടുത്തു പൊക്കിയാണോ നമ്മൾ കയറ്റുന്നത്? അതിനെ വലിച്ചിഴച്ച് അടികൊടുത്ത് അതിനോട് യാതൊരു മാന്യതയും കാണിക്കില്ല. കാരണം എന്താ? നാളെ അതിനെ വെട്ടാനുള്ളതാണ്, നാളെ അതിനെ അറുക്കുവാനുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാ കൊണ്ടുപോയെന്നറിയാമോ? അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അവനോട് യാതൊരു മാന്യതയും കാണിച്ചില്ല. വലിച്ചിഴച്ച് അവന്റെ ശരീരം മുഴുവനും അടിച്ച് കീറി എന്നിട്ട് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചേകവരിലൊരുത്തൻ അവന്റെ ചെകിടത്തൊന്ന് അഞ്ഞടിച്ചിട്ട് ചോദിക്കുക, നിന്നെ തല്ലിയത് ആരെന്ന് പറയേ. നീ ദൈവമെങ്കിൽ, നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ രാജാവാണ് നീ എങ്കിൽ, നീ പറ, നിന്നെ തല്ലിയതാരെന്ന്. ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. ശമരിയ സ്ത്രീയുടെ ഉള്ളിൽ ആരും അറിയാതെ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നവനല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന് ഹൃദയത്തിന്റെ നിലവുകളെയും ഉൾപ്പുകളെയും ആരായെന്നറിയുന്നവനല്ലേ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവനെ അടിച്ചപ്പോഴും അവന്റെ ശരീരം മുഴുവനും ചാട്ടവാറ കൊണ്ട് ഒരു ചാൽ ഉഴുതും അറിയിക്കുന്നത് പോലെ ശരീരം മുഴുവനും കീറിയപ്പോഴും, അവന്റെ തലയിൽ മുൾക്കിടം വെച്ചപ്പോഴും, അവനെ കോലുകൊണ്ട് അടിച്ചപ്പോഴും, അവന്റെ മുഖത്തെ രോമങ്ങളെല്ലാം ഓരോന്നോരോന്നായി പറിച്ചെടുത്തപ്പോഴും എന്തുകൊണ്ട് അവൻ മൗനമായിരുന്നു എന്നറിയാമോ? തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ മൗനമായിരിക്കണം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന, അതായത് രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവൻ വായ് തുറക്കാതിരുന്നു. അവൻ ആടിന്റെ രോമം കത്രിക്കുമ്പോൾ ആടൊരു സുഖം അനുഭവിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലമരത്തിൽ അവന്റെ ശരീരം മുഴുവനും അടിച്ച് കീറുമ്പോഴും, അവന്റെ ശരീരം മുഴുവനും അവർ മാന്യതയില്ലാതെ ഇടപെടുമ്പോഴും അവനെല്ലാം സഹിച്ചു. അത് സുഖത്തോടുകൂടെ സഹിച്ചു.
മരിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ എഴുതി വെച്ചു, മുമ്പിലുള്ള സന്തോഷമോർത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മുമ്പിലുള്ള സന്തോഷമോർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു. അല്ലയോ എള്ളുവിളയെ, കാൽവറിയുടെ ക്രൂശിൽ യേശുക്രിസ്തു തൂങ്ങപ്പെട്ടത്, ശരീരം മുഴുവനും കീറപ്പെട്ടത് നിന്റെ പാപത്തിന് പകരമായി, നിന്റെ പാപത്തിന്റെ ശിക്ഷ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ദൈവത്തിന്റെ വകയാക്കി തീർക്കുവാൻ, നിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും ചരിത്രം അവിടെ കൊണ്ട് അവസാനിച്ചു. എല്ലാ മനുഷ്യന്റെ ചരിത്രം അവസാനിച്ചു. എത്രയോ കിടിലങ്ങൾ മരിച്ചു മാറ്റപ്പെട്ടു. സമുദ്രത്തോട് പോലും വെല്ലുവിളിച്ച അലക്സാണ്ടർ മരിച്ചു മാറ്റപ്പെട്ടു. എത്രയോ സാമ്രാട്ടുകൾ മാറ്റപ്പെട്ടു. രാജാക്കന്മാർ, മുനിവരന്മാർ, തത്വചിന്തകന്മാർ, മതഗുരുക്കന്മാർ, പ്രമാണികളെല്ലാം മരിച്ച് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നിട്ട് അവരൊരു തീരുമാനമെടുത്തു, ഇനി ഇവൻ്റെ ചരിത്രം ഇതോടുകൂടി അവസാനിക്കണം. അവർ പറഞ്ഞു, ഇവൻ മരിച്ചതോടുകൂടി എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ തീർന്നില്ല. അവർ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് ഓടി. അല്ലയോ പീലാത്തോസേ, ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും പിന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറയുകയുണ്ടായി. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ വല്ലവരും ഈ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാളും ഭയാനകരമായിരിക്കും അപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് രാജാവെ, കല്ലറ ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കാവൽ പടയാളികളെ തരാം. അങ്ങനെ കണ്ണിലുണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ഉന്നതന്മാരായ കരുത്തന്മാരായ കാവൽ പടയാളികളെ പീലാത്തോസ് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പീലാത്തോസിന്റെ ഇംപീരിയൻ മുദ്ര കൊടുക്കുകയുണ്ടായി. കല്ലറയിൽ ചെന്ന് ആ മുദ്ര പതിച്ചു. എന്നിട്ട് പീലാത്തോസിന്റെ ആളുകൾ പറഞ്ഞു, ഈ കല്ലറയുടെ അധികാരം ഇനി ഞങ്ങൾക്കുള്ളതാണ്. ഇതിന്റെ അടുത്ത് വരുവാൻ ഒരു ശിഷ്യന്മാരെ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കല്ലറ തുറക്കുന്നവന്റെ കഴുത്ത് വെട്ടുമെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. ഈ ശരീരത്തെ മോഷ്ടിക്കുവാനോ ഇതിനെ എടുക്കുവാനോ ഇത് ഉയർക്കുവാനോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പീലാത്തോസ് പറഞ്ഞു, യേശു ഉയർക്കുകയില്ല. പുരോഹിതന്മാർ പറഞ്ഞു, അവൻ ഉയർക്കുവാൻ പാടില്ല. ചേകവന്മാർ പറഞ്ഞു, അവൻ ഉയർക്കരുത്. പടയാളികൾ പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ആവേശത്തോടെ ഉച്ചേശ്വരം ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറിയുടെ കൊലമരത്തിൽ അവൻ മരിച്ചു എങ്കിലും, അവനെ അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തുവെങ്കിലും, മരണത്തിന്റെ മേൽ വിജയം വരിച്ചുകൊണ്ട്, മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉത്തുംഗ പ്രതാപനായി ഇന്നു രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരണത്തിന്റെ വിജയഭേരി മുഴക്കിക്കൊണ്ട്, മരണമേ നിന്റെ ജയം അവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ മഹിമയിൽ ഇന്നും അവൻ ജീവിക്കുന്നു. അല്ലയോ എള്ളുവിളയേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഉയരത്തിൽ ജീവിക്കുന്ന ഉന്നതനായ ദൈവമാണ്. കർത്താവായ യേശു അവിടെ നിന്ന് മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ മരണത്തിനെ ഏൽപ്പിച്ചു. അവൻ മരിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, അവൻ്റെ മരണ കാരണത്തെ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. അത് മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ ആശയത്തിലേക്ക് പെട്ടെന്ന് വരാം. 13-ാം അധ്യായം 38-39 വാക്യങ്ങൾ. 38-39 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 38-39 വാക്യങ്ങൾ. ഞാൻ വായിക്കാം. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും എന്താണെന്നറിയാമോ, വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. യേശുവിനെ തിരിച്ചറിയുക. യേശു എന്ന രക്ഷിതാവിനെ നിങ്ങൾ തിരിച്ചറിയണം. യേശുവിൻ്റെ മരണ കാരണത്തെ നിങ്ങൾ തിരിച്ചറിയണം. മൂന്നാമത് ഇവിടെ പറയുക, ഇവനിൽ വിശ്വസിക്കുന്ന ഏവനും. ആരിൽ വിശ്വസിക്കുന്ന ഏവനും? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം ലഭിക്കാത്തതിനെ
നീതീകരിപ്പാൻ കഴിയാത്തതിനെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണമുണ്ട് എന്ന് തിരിച്ചറിയണം. ഇത് വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനതിനെ ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യന് നീതീകരണം ലഭിക്കുന്നത്? ഈ നീതീകരണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത്? എങ്ങനെയാണ് പാപത്തിൻ്റെ പരിഹാരം ലഭിക്കുന്നത്? എങ്ങനെയാണ് നീതീകരണം ലഭിക്കുന്നത്? ചില ആളുകൾ പറയുന്നത് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ എവിടെ പോകാം? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താ? ദൈവത്തിന് പലതും കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. മോഷ്ടിച്ചാലും അതിൻ്റെ ദശാംശം കൊടുക്കണമല്ലോ. അപ്പൊ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്നാ ചിന്തിക്കുന്നത്. അപ്പൊ പുണ്യപ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് സ്വർഗത്തിൽ പോകാം. ഇന്ന് ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്. എന്തെന്നറിയാമോ? അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക, ശരീരം ദണ്ഡിപ്പിക്കുക. അങ്ങനെ ശരീരം ദണ്ഡിപ്പിച്ച് പാപത്തിന്റെ പരിഹാരത്തിനായി അലയുന്ന ആളുകളുണ്ട്. ദണ്ഡിപ്പിച്ചുകൊണ്ട് ഇനി ചില ആളുകളെന്നറിയാമോ? ബലിയർപ്പിക്കും. ഇവിടെ പത്തനംതിട്ടയിൽ നടന്ന ഓർമ്മയില്ലേ? മനുഷ്യക്കുരുതി. എന്തിനാണെന്നറിയാമോ? മോക്ഷം പ്രാപിക്കുവാൻ, നന്മയുണ്ടാകുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ ബലി കൊടുക്കുക. ഇന്ന് രാത്രി എള്ളുവിളയിലുള്ളവർ പറയട്ടെ, ബലി കൊടുത്തത് കൊണ്ട് പാപമോചനമില്ല, സൽപ്രവൃത്തി ചെയ്തത് കൊണ്ട് പാപമോചനമില്ല, പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ട് പാപമോചനമില്ല, നല്ലവനായി ജീവിച്ചത് കൊണ്ട് പാപമോചനമില്ല, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ പാപമോചനമില്ല, മല കയറിയാൽ പാപമോചനമില്ല, അത് ചെയ്താൽ പാപമോചനമില്ല. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ പറയട്ടെ, എങ്ങനെ പാപമോചനം ലഭിക്കും? എങ്ങനെയാണ് പാപത്തിന്റെ പരിഹാരം ലഭിക്കുന്നത്? എങ്ങനെ പാപത്തിന്റെ പരിഹാരം ലഭിക്കും? അവിടെ പറയുക, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നീതീകരണത്തിന് വേണ്ടി ലോകം നെട്ടോട്ടമോടുകയാ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. എന്തിനാ? നീതീകരണം വേണം, പാപമോചനം വേണം. ഇങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ലാതെ നീതീകരണം ഇല്ല. നിങ്ങൾക്കറിയാമോ റിനി ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച്? ഉദ്യോഗസ്ഥ പോലീസായിട്ടൊക്കെ ഇരിക്കുന്ന ജോലി ചെയ്ത ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം റിനി ജോർജിനെ കുറിച്ച്. അദ്ദേഹം തിരുവല്ലയ്ക്കടുത്ത് ഒരു വലിയ കൊലപാതകത്തിൻ്റെ ഇരയായി തീർന്ന കരിക്കിൻ വില്ല കൊലപാതകം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. കരിക്കിൻ വില്ല കൊലപാതകം. വൃദ്ധരായ രണ്ടുപേരെ, ഭാര്യയും ഭർത്താവിനെയും അതിക്രൂരമായി കൊന്ന് ഇവനും വേറെ രണ്ടുപേരും കൂടെ ചേർന്ന് ആ വീട്ടിലുള്ള പണമെല്ലാം മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി മദ്രാസിൽ പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് പേരുണ്ടായി മദ്രാസിലെ മോൻ എന്നാണ്. മദ്രാസിലെ മോൻ. അതിൻ്റെ പേരിലൊരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്, മദ്രാസിലെ മോൻ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു സിനിമ വരെ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ ചിത്രീകരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടത്തി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കിടന്ന് അദ്ദേഹം ഒരു ദിവസം മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി. എൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ ആർക്കാ സാധിക്കുന്നത്? എൻ്റെ പാപത്തിന് രക്ഷ എങ്ങനെ ലഭിക്കുന്നത്? ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത് എന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലെ ഏത് തത്വസംഹിതകൾക്ക് കഴിയും? ഏത് സംവിധാനത്തിന് കഴിയും? ഏത് മാർഗത്തിന് കഴിയും? അദ്ദേഹത്തോടൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ റിനി ജോർജ്, അല്ലയോ റിനി ജോർജ്, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ദൈവത്തിന് സ്തോത്രം, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കുന്ന ഒരു സംവിധാനമുണ്ട്. നിന്റെ പാപത്തെ മായ്ച്ചു കളയുന്ന, നിന്റെ പാപത്തിന് പരിഹാരം നൽകുന്ന, നിന്നെ നീതിമാനാക്കി തീർക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുക, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും, അത് ജാതിയില്ല, മതയില്ല, സഭയില്ല, വർണ്ണമില്ല, ലിംഗമില്ല, വ്യത്യാസമില്ല. അല്ലയോ എള്ളുവിളയോട് പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിനായി അലയണ്ട. നിന്റെ മദ്യപാനം മാറ്റുവാൻ അലയണ്ട. നിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം മാറ്റുവാൻ അലയണ്ട. നിന്റെ പാപം നിന്നെ അലട്ടുന്ന നിന്റെ പാപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുവാൻ വേണ്ടി അലയണ്ട. ഒരു സ്ഥലത്തും പോണ്ട, ഒരു തീർത്ഥയാത്ര നടത്തണ്ട, ഒരു പ്രാർത്ഥനാലയത്തിലും പോണ്ട. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിനക്ക് വേണ്ടി കാൽവറിയുടെ കൊലമരത്തിൽ ചങ്ക് പിളർന്നു തന്ന് നിനക്ക് വേണ്ടി ചോര ഊറ്റി തന്ന ഈ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് രാത്രി സാധിക്കുന്നുവെങ്കിൽ നിന്റെ പാപത്തെ മാറ്റിക്കളയുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തം അത് മതിയായതാണ്. യേശുവിന്റെ രക്തം മതിയായതാണ്. ഇങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ രക്തം മതിയായതാണ്. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിന്റെ രക്തം നിന്റെ പാപത്തെ കഴുകിക്കളയുവാൻ അത് മതിയായതാണ്. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ,
യേശുവിലൂടെയുള്ള നീതീകരണം നീ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഒന്ന്, യേശു എന്ന ദൈവത്തെ, രക്ഷിതാവിനെ തിരിച്ചറിയണം. യേശുവിൻ്റെ മരണ കാരണത്തെ നീ തിരിച്ചറിയണം. 3, യേശുവിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അത് നീ തിരിച്ചറിയണം. 13 വർഷമായി ഈ ഉച്ചഭാഷിണിയൊക്കെ വെച്ച് പ്രിയ കർത്താവിൻ്റെ ദാസൻ ബിനു സഹോദരൻ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ ദേശത്തോട് വിളിച്ചു പറയുക, ദൈവത്തെ സ്നേഹത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം. ഒരു സഭ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. ഇതൊരു സഭയുടെ സന്ദേശമല്ല, ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, സുവിശേഷ സന്ദേശമാണ്. ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ പണിയുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തെ നിന്നെ മനുഷ്യനാക്കി തീർക്കുന്ന, നിനക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന, പ്രത്യാശ തരുന്ന ഇതുപോലെ ഒരു സന്ദേശം ലോക ചരിത്രത്തിൽ മറ്റൊന്നില്ലേ ഇല്ല. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുക, മറ്റൊരുത്തനും രക്ഷയില്ല, പിന്നെ മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ പാപമോചനം നിങ്ങൾക്കുള്ളൂ. യേശുവിലൂടെയുള്ള നീതീകരണം അറിയണം. സൽപ്രവൃത്തി ചെയ്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കാണിക്ക കൊടുത്ത് ആരാധിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും ചിന്തിക്കരുത്. അവിടെ തരിശുഭൂമി കടന്നാൽ പോലും ഒരെണ്ണത്തെ അവിടെ കാലുകുത്താൻ അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി പറയട്ടെ, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്ക്. നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ യേശു മതിയായതാ. യേശുവിലൂടെയുള്ള നീതീകരണം തിരിച്ചാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ആശയം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്താം. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം 40-41 വാക്യം കൂടെ വായിക്കാം. 40-41. ഹേ നിന്നെതിരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. ശ്രദ്ധിക്കണേ, അവിടെ പറയാ, ഹേ നിന്നക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. അതായത് ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, എങ്കിലും നിങ്ങൾ അതെന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ വചനങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. എന്താണെന്നറിയാമോ അവരുടെ ആശയം? ഈ സുവിശേഷം 13 വർഷമായി ഇവിടെ ഈ ബിനു സഹോദരൻ നടത്തുകയാണ്. ഇനി അത് പോട്ട്, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ എത്രയോ സുവിശേഷ യോഗങ്ങൾ എള്ളുവിളയുടെ പ്രാന്തപ്രദേശങ്ങൾ നടത്തിയുണ്ടായി. പല സഭകളുമാണ് നടത്തിയത്, പല സഭകളുടെ പേരിലാണ് നടത്തിയത്. എന്നാൽ പ്രസംഗിച്ചതെല്ലാം ഒറ്റ പുസ്തകമാണ്, കറുത്ത ബൈബിളാണ്. അകത്ത് വെള്ളയും പുറത്ത് കറുത്തുമായ ബൈബിളിൽ നിന്നുള്ള സുവിശേഷമാണ് പ്രസംഗിച്ചത്. പല സഭകൾ, പല വിഭാഗങ്ങൾ, പല സന്ദർഭങ്ങളിൽ, പല ഇടങ്ങളിൽ ഈ സന്ദേശം ഇവിടെ എത്രയോ പ്രാവശ്യം മുഴങ്ങിക്കേട്ടു. ഇന്ന് രാത്രിയിലും അത് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം പറയുക, വിശ്വസിക്കാത്തവരെ, നിന്ദിക്കുന്നവരെ ഈ സുവിശേഷം കേൾക്കുമ്പോൾ ചിലർക്ക് പരിഹാസമാണ്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ വഴിവക്കലിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകാറുണ്ട്. പക്ഷേ എനിക്ക് ഈ സുവിശേഷ യോഗത്തിൽ വളരെ സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു, അത് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഈ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ എന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർ പറയും, ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ, നല്ല തടിയും തണ്ടുകൊണ്ടല്ലോ, ഇവന്മാരിങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചൂടെ, ഇവന്മാർക്ക് ജോലിയും കൂലിയുമില്ലേ? നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊന്നും ജോലിയും കൂലിയും ഇല്ലാത്തവരൊന്നുമല്ല, വിദ്യാഭ്യാസമില്ലാത്തവരൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കും, ഇവന്മാർക്ക് വേറെ പണി കിട്ടാത്തതുകൊണ്ട് പുസ്തകം 100 രൂപയുടെ പുസ്തകം വാങ്ങിച്ച് ഇറങ്ങി തിരിച്ചവരാ. നല്ല പ്രിയപ്പെട്ടവരെയല്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി, എൻ്റെ ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക്, അതിനേക്കാളും മെച്ചമായ ജോലിയെന്നറിഞ്ഞ് ജോലി വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചതാണ് ഞാൻ. ഇത് ഞാൻ മാത്രമല്ല, അനേക ദൈവസമാസം പറഞ്ഞില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നല്ല തണ്ടും തടിയുമുണ്ട്. അവർ പറയുന്നത് പോലെ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാലും 1000 രൂപ കിട്ടത്തില്ലേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക്? എന്താ ഞങ്ങൾ ഈ സന്ദേശം അറിയിക്കുന്നതെന്ന് അറിയാമോ? ഈ സന്ദേശം അറിയിക്കുമ്പോൾ പല ആളുകൾക്കും പുച്ഛമാ. ഇവർക്ക് എന്താ പണി, ഇവർക്ക് എന്താ പണി, ഇവന്മാർ വേലയും കൂടി ഇല്ലാത്തവരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാ, വിവരമില്ലാത്തവരാ, പാവപ്പെട്ടവന്മാരാ, ജീവിക്കാൻ വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പറയുക. വായിച്ചു കേട്ട വേദഭാഗം മനസ്സിലായോ? ഹേ നിന്ദിക്കുന്നവരെ, ഹേ നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, സുവിശേഷത്തെ തള്ളിക്കളയുന്നവരെ, വിശ്വസിക്കില്ല എന്ന് പ്രവാചകന്മാർ മുൻപ് കൂട്ടി പറഞ്ഞിട്ടും ആ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം സുവിശേഷം വിശ്വസിക്കും
വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ അവരോട് ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുക, ഈ സുവിശേഷം നീ അനുസരിച്ചില്ലെങ്കിൽ, ഈ സുവിശേഷം നീ കേട്ടില്ലെങ്കിൽ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ന്യായവിധിയുണ്ട്. നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കേൾക്കുന്ന ഈ സുവിശേഷം, ഒന്നുകിൽ നിങ്ങളുടെ രക്ഷ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി. 3 നടുക്കൊന്നില്ല. നിങ്ങൾ സഭ ഏതുമാകട്ടെ, ഞാൻ ഒരു സഭയെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ല. വിവിധ സഭകളിൽ പോകുന്നവരുണ്ട്. ഞാൻ ഏത് സഭയെന്നും ഇവിടെ പറഞ്ഞില്ല. നമ്മൾ ഏത് സഭയാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഏത് മതമാകട്ടെ, ഈ സുവിശേഷം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ, ഈ സുവിശേഷത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ല എങ്കിൽ, ഈ യേശു ക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തില്ലെങ്കിൽ, അല്ലയോ എള്ളുവിളയെ ആവർത്തിച്ചോർപ്പിക്കട്ടെ, ഈ സുവിശേഷ നിമിത്തം ന്യായം വിധിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രസംഗം, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. അടുത്ത ആവർത്തിച്ച് 5-ാമത്തെ വാക്യത്തിലും പറയുക, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, 5-ാമത്തെ വാക്യത്തിൽ പറയുക, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇന്ന് രാത്രി എള്ളുവിളയോട് പറയുവാൻ ഞങ്ങൾക്ക് ഇതേയുള്ളൂ, ഈ സുവിശേഷത്തെ തള്ളിക്കളയരുത്. ഇത് ഇന്ന സഭക്കാരുടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇത് ഇന്ന പള്ളിക്കാരുടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശമാണ്. അത് ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്. ഈ ദൈവത്തെ കുറിച്ച് പറയുന്ന, ഈ യേശുവിനെ കുറിച്ച് പറയുന്ന, ഈ യേശു ഒരുക്കിയ കാൽവരിയുടെ ക്രൂശിൽ ഒരുക്കിയ ഈ രക്ഷയാകുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലയോ സ്നേഹിത, അത് നിന്റെ അവസാനമാണ്. അത് ന്യായവിധിക്കാണ് അവസാനം പോകുന്നത്. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുക, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്. സഭ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. നീ ഏത് വിഭാഗത്തിൽപ്പെട്ടവനെന്നോ, കറുത്തവനെന്നോ, വെളുത്തവനെന്നോ, നീ ഏത് സ്വഭാവമുള്ളവനാണോ, നീ ഏത് പാപത്തിൽ തുടരുന്നുവെന്നോ, അവിടെ വ്യത്യാസമില്ല. നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ ക്രൂശിൽ മരിച്ച യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി തിരിച്ചു വരുന്നുവെങ്കിൽ നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ യേശു സന്നദ്ധനാണ്. ഈ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാപത്തിന്റെ കുത്തൊഴുക്കിൽ, മദ്യപാനത്തിനും മയക്കുമരുന്നിലും നീ ജീവിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ, ഈ സുവിശേഷ നിമിത്തം ഒരു ന്യായവിധി വരുവാനായിട്ട് പോവുകയാ. പ്രിയ സ്നേഹിതരെ, തൊണ്ടകീറി പ്രസംഗിക്കുന്നതിനാണെന്നറിയാമോ? ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കർത്താവിനായി സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. പല ആളുകളും ഈ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു തുണ്ട് ബീഡി വലിക്കുവാൻ, അത് മാറ്റുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് യേശുവിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. മദ്യപാനത്തിൽ ജീവിക്കുവാൻ സന്തോഷമുള്ളത് കൊണ്ട് യേശുവിനെ തള്ളിക്കളയുന്നവരുണ്ട്. പാപത്തിൻ്റെ കുത്തൊഴുക്ക് ജീവിക്കുവാൻ ഈ യേശുവിനെ തള്ളിക്കളയുന്നവരുണ്ട്. വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ ബീഡിയും കഞ്ചാവും മദ്യവും വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് രാത്രി യേശുവിന് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഹൃദയത്തിൽ ചങ്കത്തെ കൈവച്ച് പറയുവാൻ എത്ര ഹൃദയങ്ങൾക്ക് സാധിക്കും? എത്ര ഹൃദയങ്ങൾക്ക് സാധിക്കും? ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാമോ? എനിക്ക് മദ്യം വേണ്ട, എനിക്ക് പുകവലി വേണ്ട, ഞാൻ ഇനി പാപത്തിൽ തുടരുന്നില്ല, മറ്റൊരു തെറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, യേശുവിനായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു, യേശുവിനായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ യേശുവിൽ വിശ്വസിച്ചാലുള്ള സന്തോഷം എത്ര വലുതാന്നുള്ളത്? ആ സന്തോഷം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള സന്തോഷമാണ്. രോഗം വരാം, മരണം വരാം, ഈ സന്തോഷത്തെ കെടുത്തിക്കളയുകയില്ല. നിങ്ങൾക്കറിയാമോ, ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിന് 2 ആൺമക്കളെയും സുവിശേഷ വിരോധികൾ ക്രൂരമായി കത്തിച്ചു കൊന്നപ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന, ഇന്ത്യയിലേക്ക് വന്ന ഗ്രഹാം സ്റ്റെയിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും സുവിശേഷ വിരോധികൾ ക്രൂരമായി കത്തിച്ചു കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡീസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു, ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. ഇതുപോലെ പറയുവാൻ ആർക്ക് സാധിക്കും സ്നേഹിതരെ? ഇതുപോലെ പറയുവാൻ ആർക്ക് സാധിക്കും? ഞങ്ങളുടെ മക്കളെ ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ
നിയമത്തോട് ചെന്ന് പറയും, അവനെ വെറുതെ വിടരുത്, വെറുതെ വിടരുത്. ഒരു തെറ്റ് ചെയ്താൽ ലോകം പറയും അവനെ വെറുതെ വിടരുത്. ഒരു തിന്മ ചെയ്താൽ കോടതി പറയും വെറുതെ വിടരുത്, പോലീസുകാർ പറയും വെറുതെ വിടരുത്. എന്നാൽ അവനോട് ക്ഷമിക്കുവാൻ ഏതു മാർഗത്തിന് സാധിക്കും? ഏതു മാർഗത്തിന് സാധിക്കും? അത് യേശുവിൻ്റെ നാമമാണ്. യേശു ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റും. നിങ്ങൾക്കറിയാമോ, ഒരു കാലഘട്ടത്ത് പാപത്തിൻ്റെ കുത്തൊഴുക്കൾ ജീവിച്ചവനായിരുന്നു ഞാൻ. മാതാപിതാക്കളെ അനുസരിക്കാതെ, ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ലാതെ, കുടുംബത്തിൽ നല്ലവനെന്ന് അഭിനയിച്ചുകൊണ്ട് സമൂഹത്തിൽ തിന്മ മാത്രം ചെയ്ത് ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ കുത്തൊഴുക്ക് ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ യേശുവിൻ്റെ സന്ദേശമാണ്. യേശുവിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതാണെങ്കിലും, ഇന്ന് രാത്രി അത് യേശുവിന് സാധിക്കും. ഈ ജീവിതം നശിപ്പിക്കരുത്, ഈ ജീവിതം നശിപ്പിക്കരുത്. 14ാമത് സുവിശേഷ യോഗം ഇവിടെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. വരുമെന്ന് പറഞ്ഞവൻ കർത്താവായതുകൊണ്ട് അവൻ വരിക തന്നെ ചെയ്യും. അവൻ വരുമ്പോൾ അവനിൽ വിശ്വസിച്ച വിശുദ്ധന്മാരെല്ലാം ഇവിടെ എടുക്കപ്പെടും. പറയട്ടെ, നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ഈ യേശുവിനെ ഇന്ന് രാത്രി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. യേശു എന്ന രക്ഷിതാവ് അവിടുന്ന് ദൈവമാണ്. ഈ ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമോ? കാൽവരിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചത് അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടല്ല. മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും നിങ്ങളുടെ പാപത്തിന് വേണ്ടി കാൽവരിയുടെ ക്രൂശിൽ നിങ്ങളുടെ പാപങ്ങളെ ചുമന്നു മാറ്റിയ നമ്മുടെ കർത്താവായ യേശു, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കും. അവൻ്റെ മരണകാരണം നിനക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുവാൻ നിനക്ക് സാധിക്കും. ആ യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രം നീതീകരണമുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം നീതീകരണമുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ആ നീതീകരണം നീ തിരിച്ചറിയണം. എന്നാൽ നീ ഇത് വിശ്വസിക്കാതെ നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ സുവിശേഷം വേണ്ട, ഈ സന്ദേശം വേണ്ട, ഈ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നുവെങ്കിൽ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഒരിക്കൽ കൂടി ഈ ദേശത്ത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ രാത്രിയായി തീരുവാൻ, ചില ഹൃദയങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, യേശുവിൽ വിശ്വസിക്കുവാൻ, യേശുവിനെ കൈക്കൊള്ളുവാൻ ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ. പാട്ടുകാരൻ പാടിയതുപോലെ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി, നമ്മുടെ ഹൃദയങ്ങളെ കൈവച്ച് പറയാം, ഞാനിനി പാപത്തെ സ്നേഹിക്കുവാൻ പോകുകയില്ല. ദൈവത്തിൻ ജീവിക്കും ഞാനെന്നും, ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി. എത്ര പേർക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ സാധിക്കും? ദൈവത്തിന്റെ പൈതലായി ഞാൻ ജീവിക്കും. പാപത്തിന്റെ വഴിയിൽ ഞാൻ ജീവിക്കുകയില്ല, പാപത്തിന്റെ വഴിയിൽ ഞാൻ പോവുകയില്ല. ഞാൻ ഇനി യേശുവിനായി ജീവിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ ഈ തീരുമാനമെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ.
സമാധാനത്തോടെ കടന്നു പോവുകയും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളോടും കൂടി ഇരിക്കുമാറാകട്ടെ.